ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അതിലേക്ക് നീളത്തിൽ തന്നെ 2 സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ വഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് തക്കാളിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി കഴിയുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന കാണുന്നുണ്ട്. ആ സമയത്ത് അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങ ഒഴിക്കുന്നവർക്ക് തേങ്ങ അരച്ചൊഴിക്കാം. അപ്പോൾ അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.